ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബിന്ദുവിന്റെ മരണം ഹൃദയഭേദകമാണെന്നും സർക്കാർ കുടുംബത്തിനൊപ്പമുണ്ടാകുമെന്നും വീണ ജോർജ് പറഞ്ഞു. സർക്കാരിൽ വിശ്വാസമുണ്ടെന്നായിരുന്നു ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതന്റെ പ്രതികരണം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് പലയിടത്തും പ്രതിഷേധം നടന്നു. ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി സന്ദർശിച്ചില്ലെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെ രാവിലെ 7:15 വീണ ജോർജ് തലയോലപ്പറമ്പിലെത്തിയത്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനുമായും അമ്മയും മകളുമായും വീണ ജോർജ് സംസാരിച്ചു. കുടുംബത്തെ ആശ്വസിപ്പിച്ച മന്ത്രി സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഈ കുടുംബത്തിന്റെ ദുഃഖം എന്റെ ദുഃഖമാണ്. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും. സർക്കാർ ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകിയെന്നും രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണ ലഭിച്ചെന്നും വിശ്രുതൻ പ്രതികരിച്ചു. സർക്കാർ എന്റെ കൂടുതലുണ്ടെന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് ഇനിയിപ്പോൾ രമേശ് ചെന്നിത്തല വരും. ഇന്നോ നാളെ ഇന്ന് വരാമെന്ന് എനിക്ക് അറിയത്തില്ല. കുഞ്ഞു പറഞ്ഞായിരുന്നു. ബിന്ദുവിന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുമെന്നും ഇക്കാര്യം മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി VN വാസവൻ അറിയിച്ചു. ജോലിയുടെ കാര്യത്തെ സംബന്ധിച്ചോളം അന്ന് തന്നെ സംസാരിച്ചിരുന്നു. താൽക്കാലികവും ശാശ്വതമായ പരിഹാരം കാണുമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിനിടെ അപകടത്തെക്കുറിച്ച് അന്വേഷണം വേഗത്തിലാക്കാൻ കലക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഫയർഫോഴ്സ്, പൊതുമരാമത്ത് അടക്കം വിവിധ വകുപ്പുകളോട് കലക്ടർ റിപ്പോർട്ട് തേടി. എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഏതനെ വിലങ്ങുവെക്കാൻ പോലീസ് ശ്രമിച്ചതോടെ പ്രവർത്തകർ പോലീസ് വാഹനം വളഞ്ഞു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കണ്ണൂർ പുതിയ തെരുവിൽ ദേശീയപാത ഉപരോധിച്ചായിരുന്നു യൂത്ത് പ്രവർത്തകരുടെ പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, News 18.